തിരുവല്ല നെടുമ്പറയിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നടത്തിയത് വലിയ വെട്ടിപ്പെന്ന് ഇഡി. ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്തായിരുന്നു ആ തട്ടിപ്പ്. നിക്ഷേപ തുക നിരവധി ഇടങ്ങളിലേക്ക് വകമാറ്റിയെന്നും തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയതായും ഇഡിയുടെ കണ്ടെത്തൽ വരികയാണ്. എസ് രാഗൻ ചേരുന്നുണ്ട്. രാഗൻ, കേരള കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷൻ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ചും ഈ തട്ടിപ്പിലൂടെ ഉണ്ടായിട്ടുള്ള ഈ പണം, അത് കള്ളപ്പണ ഇലമെന്റ്, ഇതൊക്കെയാണല്ലോ ഇഡി അന്വേഷിക്കുന്നത്. അവിടെ തന്ത്രിയുടെ റോൾ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രസക്തി വളരെയേറെ വർദ്ധിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇഡിക്ക് മുന്നിലേക്ക് വരുന്ന തെളിവുകൾ? അതായത് ഇഡി ഇന്ന് രാവിലെ മുതൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച NM രാജുവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. പക്ഷേ അതിൽ ചില മാനങ്ങൾ ഉണ്ട്. അതായത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് അല്ലെങ്കിൽ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതായത് തന്ത്രിയെ നേരത്തെ SIT സംഘം ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്താതിരുന്ന കാര്യങ്ങൾ പിന്നീട് അത് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നിക്ഷേപമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം ചില ഇൻഫർമേഷൻസ് ഇഡിക്കും SITയെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില സംശയങ്ങൾക്ക് SITക്കും ഒക്കെ ഉണ്ട്. ഈ ഘട്ടത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ള പണത്തിന്റെ കാര്യം ഇതെല്ലാം പരിശോധിക്കും. എന്തായാലും ഇപ്പോൾ അതിനുശേഷം ഒരു റിലീസ് ഇപ്പോൾ ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി പുറത്തിറക്കിയിട്ടുണ്ട്. ആ റിലീസിൽ വളരെ വ്യക്തമായി പറയുന്നത് വലിയ തോതിലുള്ള വെട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം സംശയകരമായിട്ടുള്ള ഒട്ടനവധി ട്രാൻസാക്ഷൻ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഈ പണം ഭൂമി വാങ്ങിക്കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിനിയോഗിച്ചിട്ടുണ്ട്, വകമാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കമ്പനികളിലേക്ക്, മറ്റ് പല കമ്പനികളിലേക്കും NITസിലേക്കും ഈ നിക്ഷേപ തുക ഒക്കെ വകമാറ്റിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് എന്നാണ് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ കേസെടുത്തതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇപ്പോഴാണ് ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത്. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ആ സമയം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രധാന നടപടികളിലേക്ക് ഇഡി കടക്കുന്ന ഘട്ടം കൂടിയാണ്. മാത്രമല്ല ഈ നെടുമ്പറമ്പിലുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രാഷ്ട്രീയ ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതടക്കമുള്ള പശ്ചാത്തലമുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റകൃത്യങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള പണം അത് എവിടെയൊക്കെ പോയി എന്നതാണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ മാറ്റർ പ്രധാനമായും ഇഡിക്ക് മുന്നിലാണ് വരിക. ഇഡി അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തട്ടിപ്പിലെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരം ഇൻഫർമേഷൻ അവർക്ക് മുന്നിലേക്ക് വന്ന ഈ തന്ത്രിയുടെ നിക്ഷേപം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം ചില ഇൻഫർമേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരിശോധിക്കും. അത് വെരിഫൈ ചെയ്ത് അങ്ങനെ അത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ നടപടികളിലേക്കും പോവുകയും ചെയ്യും. അങ്ങനെയാണ് ആ പ്രോസസ്സ് ഉണ്ടാവുക. അത്തരം കാര്യങ്ങളാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ.